മോളെ അച്ഛൻ കച്ചേരിയിലേക്ക് പോട്ടെ. ശരി. കൊച്ചു വന്ന് പിടിച്ചാട്ടെ. എന്നെ കഴുത്ത് വലിക്കണം. ജയ് ജയ് ടാറ്റാ നെഹ്റു, ജയ് ജയ് ടാറ്റാ നെഹ്റു, ജയ് ജയ് ടാറ്റാ നെഹ്റു എന്ന ആർത്ത് വിളിക്കുന്നത് എന്തിനാണ്? ടാറ്റാ നെഹ്റു ആത്മിക ഭാരത രാഷ്ട്രശില്പിയായിരിക്കാം, അസാമാന്യ രാജ്യസ്നേഹിയുമായിരിക്കാം. പക്ഷേ ഇതൊന്നും കണ്ടല്ല ശിശുക്കളായ നാം ടാറ്റാ നെഹ്റുവിനെ ഇഷ്ടപ്പെടുന്നത്. ഇന്ത്യ ഒട്ടാകെ ശിശുദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ എല്ലാ രാജ്യസ്നേഹികളുടെയും ഏകചിന്ത ഇത് മാത്രമായിരിക്കട്ടെ. ഇതായിരിക്കട്ടെ നെഹ്റു ജയന്തിയുടെ വായു ജയന്തി. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ശ്രീ. വരണം വരണം വരണം. ഞാൻ ഒന്ന് കാണണം ഒന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്താ വല്ല വിശേഷമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ മോളെ മേലെ ചന്തയിലേക്ക് വിടരുത്. എന്റെ മോള് ചന്തയിൽ വരത്തില്ലല്ലോ. ആര് പറഞ്ഞു വരുന്നില്ലെന്ന്? ഞാനാ പറഞ്ഞ വരത്തില്ലെന്ന്. ഞാൻ ഇന്നലെ അവളെ ചന്ത വെച്ച് കണ്ടല്ലോ. ദിവാകര, അനാവശ്യം പറയരുത്. നീ കണ്ടത് വേറെ വല്ലവരായിരിക്കും. പപ്പു ശിവായുടെ മോളെ എനിക്കറിയാൻ പാടില്ലേ? ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ആ ഉന്തുവണ്ടിക്കാരൻ കൃഷ്ണൻകുട്ടി ആള് നല്ലവനാണേലും പെണ്ണ് കാര്യത്തിൽ അല്പം മോശമാ. അവൾ അവന്റെ അടുത്ത് ചെന്നെന്നോ അവൾ അവന് കത്ത് കൊടുത്തെന്നോ ഒക്കെ കേട്ടു. മേലാനൊന്ന് ഉപദേശിച്ചിട്ടാണ്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാതെ എനിക്ക് സമ്മതമാണെന്ന്. അച്ഛൻ വന്നു. നീ ചന്തയിൽ പോകാറുണ്ടോ? നിങ്ങളെ ചോദിച്ചില്ല. നീ ഇന്നലെ ചന്തയിൽ പോയത്? നീ കൃഷ്ണകുട്ടിയെ കാണാൻ പോയോ? കൃഷ്ണകുട്ടിയുടെ കടയിൽ പോയോ? പോയി. അപ്പോ മാമ ഇതെന്ത് ബോധക്കേടാ കാണിക്കുന്നതും പറയുന്നത്? ഇതിനൊക്കെ എന്തുണ്ടായി? പക്ഷേ നിന്റെ മകൾ ചിരിച്ച കാല് വളരുന്നു കൈ വളരുന്നു എന്ന് നോക്കി ഞാൻ വളർത്തി. എന്താണ്? അമ്മൂമ്മ വേഗം അങ്ങോട്ട് വരണം. സുന്ദരിയെ പപ്പുമ്മാവൻ അടിച്ചു. ആരോ എന്തോ നുണ പറഞ്ഞു കൊടുത്തിട്ടാണ്. വേഗം വാ. എന്തോ നാടി ഈ പപ്പുമ്മോൻ പറയുന്നത്? എന്തെങ്കിലും നേരുണ്ടോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ എന്തിനാ അടിച്ചതെന്ന് പോലും എനിക്കറിയാൻ വയ്യ. നീ ആ ഉന്തുവണ്ടി കൃഷ്ണൻകുട്ടിക്ക് എഴുത്തു കൊടുത്തോ? ഇല്ല. അയാൾ നിനക്ക് എഴുത്തു തന്നോ? ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോ അയാൾ വഴിയെ നിന്ന് ഏതാണ്ടൊക്കെയോ പറഞ്ഞു. എനിക്കൊരു എഴുത്തും തരാൻ ഭാവിച്ചു. ഞാൻ ഓടിക്കളഞ്ഞു. ആഹാ, എന്റെ കൊച്ചു കൊച്ചിനെ വിളിക്കുന്നത് വിവേകാണ് ചേച്ചു. ആ കൊച്ചിനെ വിളിക്കുന്നത് ആ കൃഷ്ണൻകുട്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ വാങ്ങിക്കാതെ വന്നതാ ഈ കോലാഹലം എല്ലാം ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം മാത്രമാണ് അവള് ചന്തയിൽ പോയിട്ടുള്ളത്. ഞാനും ഇന്നലെ ചന്തയിലുണ്ടായിരുന്നു. അവന്മാരുടെ ഒന്നും പിത്തലാട്ടോ സുന്ദരി എടുത്ത് നടക്കത്തില്ല. അതിനവന്മാര് പറഞ്ഞു ഒപ്പിച്ചു. പാവ സുന്ദരിക്ക് തല്ലും കിട്ടി. ഇത് കേട്ടോ? ഇങ്ങനെ വല്ലതും വല്ലവരും വെറുതെ പറഞ്ഞാലും എന്റെ മോടെ ഭാവിക്ക് ദോഷമല്ലേ നളിനി? കണ്ടാൽ കൊള്ളാവുന്ന പെൺപിള്ളേരെ പറ്റി വല്ലവരും ഒക്കെ വല്ലതും ഒക്കെ പറയും.
മനുഷ്യന്റെ വാമൂടി കെട്ടാൻ ഒക്കുമോ അമ്മാവാ? അപ്പോ അവർക്ക് നല്ല ഒരു ചെറുക്കനെ അന്വേഷിക്കണം. അവിടെ ആണുങ്ങൾ കൊണ്ടുപോകും. ക്ഷമിക്കും മകളെ, ക്ഷമിക്കും. എല്ലാം അറിയാതെ നിന്നെ ഞാൻ ഒത്തിരി ദേഹമെല്ലാം ചെയ്തു. അച്ഛൻ എന്നെ എത്ര തല്ലിയാലും എനിക്ക് സങ്കടമില്ല. ഞാൻ ചീത്തയാണെന്ന് അച്ഛൻ വിചാരിച്ചാൽ കഴിക്കില്ല അച്ഛ. അച്ഛ, ഞാൻ ഒരു കാലത്തും ചീത്തയാവില്ല അച്ഛ. അച്ഛന് സന്തോഷമായി മോളെ, സന്തോഷമായി. മോളെ ഇനി മേലാലെ ചന്തയിൽ പോയി. ഞാൻ എന്റെ കുഞ്ഞിനെ ഒരു വളരെ തല്ലി. അത് സാരമില്ല അച്ഛ. അച്ഛൻ എന്നെ വിശ്വാസമായില്ലേ? വിശ്വാസമായി മോളെ, വിശ്വാസമായി. കഴിഞ്ഞുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലിമലർക്കാവിൽ കൂത്തലാണ് അയലാളർ. എന്തോ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയോ? കുഞ്ഞമ്മേ, അച്ഛൻ വന്നു. ഞാനിവിടെ ജീവിക്ക് മീൻ അഞ്ചോണ്ടിരിക്കുകയാണ്. നിന്റെ ഒരര, നിന്റെ അര തീർന്നിട്ട് ഇവിടെ ഒരു കാര്യം നടക്കുകയല്ലോ. ഇന്നാ മോളെ. കുഞ്ഞമ്മേ, എനിക്ക് സാരി ബ്ലൗസ് വാങ്ങിച്ചു. എന്താ മോളെ? കുഞ്ഞമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും വാങ്ങിച്ചില്ലല്ലോ. ഇത് നിനക്ക് വെറുതെ വാങ്ങിച്ചതല്ല. നാളെ നീ കുളിച്ച് വൃത്തിയായിട്ടൊരുങ്ങി നിക്കണം. ഞാൻ വൃത്തികേടായിട്ട് നിൽക്കാറുണ്ടോ അച്ഛൻ? എന്നല്ല, നാളെ നിന്നെ കാണാൻ ഒരു പയ്യനും അവന്റെ തന്തയും കൂടെ ഇവിടെ വരും. നിന്നെ പെണ്ണ് കാണാൻ. നീ ഇതെല്ലാം ഇട്ട് ഒരുങ്ങിയൊക്കെ നിക്കണം. ഞാൻ നിശ്ചയിക്കുന്ന കല്യാണം എന്റെ മോക്ക് ഇഷ്ടമല്ലേ? നമ്മളെ ഉച്ചയ്ക്കാണ് ഒരു ചെറിയ സത്യവട്ടമൊക്കെ നോക്കിക്കണം.